to yet another informative video of Ave Maria Academy. IELTS aspirants are so bothered how to deal with IELTS reading match the heading questions. Therefore, in this video, I would like to share some of the important tips and strategies which are essential to solve these type of questions. I am sure if you watch this video till the end, definitely it will help you to score high marks in IELTS reading exam. Please share this video to your friends. Let them also benefit from this lesson. ഇനി എങ്ങനെയാണ് ഇത് പ്രാക്ടിക്കലി അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. ആദ്യം ആ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഒക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. അതിൻ്റെ മെയിൻ കീവേഡ്സ് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തുക. സെക്കൻഡ്ലി യു ഹാവ് ടു ഗെറ്റ് എ ക്ലിയർ ഐഡിയ ഓഫ് എനി പാരഗ്രാഫ്. ഒരു പാരഗ്രാഫിന് മെയിനായിട്ട് 3 പാർട്ടാണ് ഉള്ളത്. ദ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ, ദെൻ ദ ബോഡി ഓഫ് ദ പാരഗ്രാഫ്, ലാസ്റ്റ്ലി ദ കൺക്ലൂഷൻ. അപ്പോൾ ഈ ഇൻട്രൊഡക്ഷൻ്റെ അകത്തായിരിക്കും ടോപ്പിക് സെൻറ്റൻസ് വരുന്നത്. ആ പാരഗ്രാഫിൽ എന്താണ് ഓതർ നമ്മളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്, ആ മെയിൻ ഐഡിയ ആണ് ടോപ്പിക് സെൻറ്റൻസിൻ്റെ അകത്ത് വരുന്നത്. അതിനുശേഷം ബോഡി ഓഫ് ദ പാരഗ്രാഫ് വരുന്നു. ലാസ്റ്റ് ആ പാരഗ്രാഫിലെ മെയിൻ ഐഡിയ അല്ലെങ്കിൽ മെയിൻ ആശയം ഒന്ന് കൺക്ലൂഡ് ചെയ്യുന്നു. തേർഡ്ലി യു വിൽ ഗെറ്റ് എ ക്ലിയർ പിക്ചർ about the paragraph if you read the first sentence, or you can say the topic sentence and the conclusion part. എല്ലാ കേസസിലും നമുക്ക് അങ്ങനെ ടോപ്പിക് സെൻറ്റൻസ് അല്ലെങ്കിൽ കൺക്ലൂഷൻ വായിച്ചാൽ ഒരു ക്ലിയർ ഐഡിയ കിട്ടണമെന്നില്ല. അപ്പം നമ്മൾ എന്നാ ഉപയോഗിക്കേണ്ടത്? സോ യു ഹാവ് ടു പ്രാക്ടീസ് സ്കിമ്മിങ് ടെക്നിക്സ്. ആ പാരഗ്രാഫിനെ വളരെ സ്പീഡായിട്ട് വായിക്കുകയും അതിലെ മെയിനായ കീവേഡ്സ് അടയാളപ്പെടുത്തുകയും ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അന്ന് അതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ അതിൻ്റെ ഒരു സമ്മറി മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. പിന്നെ അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം, ഇംഗ്ലീഷിൽ ഒരുപാട് കൊഹസീവ് ഡിവൈസസ് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ കൊഹസീവ് ഡിവൈസസിനെ ചിലപ്പോൾ ലിങ്കിങ് വേർഡ്സ് എന്ന് പറയാറുണ്ട്, കണക്റ്റേഴ്സ് എന്ന് പറയാറുണ്ട്, ഡിസ്കോഴ്സ് മാർക്കേഴ്സ് എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു കറക്റ്റായ ഒരു പിക്ചർ ആ പാരഗ്രാഫിലെ ആശയം മനസ്സിലാക്കാൻ ഓരോ ക്യാൻഡിഡേറ്റിനെയും സഹായിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ടിപ്സ് നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ IELTSൻ്റെ റീഡിങ്ങിന് നിങ്ങൾക്ക് തീർച്ചയായും നല്ല ഒരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി പ്രാക്ടിക്കൽ എക്സാമ്പിളിലൂടെ ഈ ടിപ്സ് ആൻഡ് സ്ട്രാറ്റജീസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ഈ ലിസ്റ്റ് ഓഫ് ഹെഡിങ് ഒന്ന് വായിക്കാം. അതിനുശേഷം മെയിൻ കീവേഡ്സ് നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. എഫക്ട്സ് ഓഫ് ഇറിഗേഷൻ ഓൺ സെഡിമെൻറ്റേഷൻ. അപ്പം നമുക്ക് എഫക്ട്സ് ഓഫ് ഇറിഗേഷൻ ഒന്ന് അണ്ടർലൈൻ ചെയ്യാം. അതോടൊപ്പം തന്നെ അതെന്തിനെ ബാധിക്കുന്നത്? സെഡിമെൻറ്റേഷൻ. അപ്പോൾ അതിനോടെ നമുക്കൊന്ന് അണ്ടർലൈൻ ചെയ്യാം. ഇൻട്രപ്റ്റിംഗ് എ നാച്ചുറൽ പ്രോസസ്സ്. അപ്പം ഒരു നാച്ചുറലായ പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ സാരമായി ബാധിക്കുക. അപ്പം ഇൻട്രപ്റ്റിംഗ് നമ്മൾ അണ്ടർലൈൻ ചെയ്തു. അതെന്തിനെയാണ്? നാച്ചുറലായിട്ട് നടക്കുന്ന പ്രോസസ്സ്. ദ ത്രെഡ് ടു ഫുഡ് പ്രൊഡക്ഷൻ. ഫുഡ് പ്രൊഡക്ഷന് വേണ്ടിയുള്ള ഒരു ത്രെഡ് അല്ലേ? അപ്പോൾ ത്രെഡിനെ ഒന്ന് അണ്ടർലൈൻ ചെയ്യുന്നു. അതെന്തിനെയാണ് ബാധിക്കുന്നത്? ഫുഡ് പ്രൊഡക്ഷൻ. ലെസ് വാല്യുബിൾ സെഡിമെൻറ്റ് ദാൻ ബിഫോർ. ലാസ്റ്റ് ഹെഡിങ് ഈജിപ്റ്റ്സ് ഡിസപ്പിയറിംഗ് കോസ്റ്റ് ലൈൻ. അപ്പം ഈജിപ്തിലെ ഡിസപ്പിയറിംഗ് കോസ്റ്റ് ലൈൻ. പാരഗ്രാഫ് എ, ദ ഫെർട്ടൈൽ ലാൻഡ് ഓഫ് ദ നൈൽ ഡെൽറ്റ ഈസ് ബീങ് ഇറോഡഡ് along Egypt's Mediterranean coast at an astounding rate. അപ്പോൾ ഈ നൈൽ ഡെൽറ്റ നശിക്കുന്നു. എലോങ് എന്ന് പറഞ്ഞാൽ ഈജിപ്തിൻ്റെ മെഡിറ്ററേനിയൻ കോസ്റ്റിലൂടെ നശിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പം ഇവിടെ നൈൽ ഡെൽറ്റ നശിക്കുന്നു. അത് എതിലൂടെയാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്? മെഡിറ്ററേനിയൻ കോസ്റ്റിലൂടെ. അപ്പോൾ ഇവിടെ എന്താണ് ആക്ച്വലി നശിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരു പരിധി വരെ നമുക്ക് കോസ്റ്റ് അല്ലെ മെഡിറ്ററേനിയൻ കോസ്റ്റ് ആണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇൻ സം പാർട്സ് എസ്റ്റിമേറ്റഡ് അറ്റ് 100 meters per year, in the past, lands covered away from the coastline by the currents of the Mediterranean Sea used to be replaced by sediment brought down to the delta by the river Nile, but this is no longer happening. അടുത്തത് പറയുന്നത് പാസ്റ്റിലെ ഒരു കാര്യമാണ്.
അപ്പോൾ ലാൻഡ് ഇസ് കവേർഡ് എവേ ഫ്രം ദ കോസ്റ്റ് ലൈൻ, അതായത് ലാൻഡ് നശിക്കുന്നു. എവിടെ നിന്ന്? കോസ്റ്റ് ലൈനിൽ നിന്നുള്ള ലാൻഡ് നശിക്കുന്നു. ബൈ ദ കറൻസ് ഓഫ് ദ മെഡിറ്ററേനിയൻ സീ. അതെന്തുകൊണ്ടാണ്? മെഡിറ്ററേനിയൻ സീയുടെ കറണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രവാഹത്തിലാണ് അത് നശിച്ചുകൊണ്ടിരിക്കുന്നത്. used to be replaced by sediment brought down to the delta by the river Nile, but this is no longer happening. ഇപ്പോൾ അത് സംഭവിക്കുന്നില്ല. അപ്പം ഇതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് അല്ലെങ്കിൽ ഫസ്റ്റ് സെൻറ്റൻസിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി മെഡിറ്ററേനിയൻ കോസ്റ്റ് നശിച്ചുകൊണ്ടിരിക്കുന്നു അറ്റ് ആൻ അസ്റ്റൗണ്ടിങ് റേറ്റ്. അസ്റ്റൗണ്ടിങ് റേറ്റ് എന്ന് പറഞ്ഞാൽ അമ്പരപ്പിക്കുന്ന റേറ്റിൽ നശിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇൻ ദ പാസ്റ്റ് ലാൻഡ്സ് കവേർഡ് എവേ ഫ്രം ദ കോസ്റ്റ് ലൈൻ, അതായത് ലാൻഡ് ഒലിച്ചു പോകുന്നു. അതെവിടെ നിന്നാണ്? കോസ്റ്റ് ലൈനിൽ. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള അർത്ഥം. അപ്പോൾ ഞാൻ ഇനി ഇതിൻ്റെ മെയിൻ ഹെഡിങ് ഒന്ന് വായിച്ച് നോക്കാം. എഫക്ട്സ് ഓഫ് ഇറിഗേഷൻ ഓൺ സെഡിമെൻറ്റേഷൻ. എഫക്ട്സ്, ഇറിഗേഷൻ്റെ എഫക്റ്റ് അത് സെഡിമെൻറ്റേഷൻ എങ്ങനെ ബാധിക്കുന്നു. ഇൻട്രപ്റ്റിംഗ് എ നാച്ചുറൽ പ്രോസസ്, എങ്ങനെയാണ് ഒരു നാച്ചുറൽ പ്രോസസ്സിനെ ഇൻട്രപ്റ്റ് ചെയ്യുന്നത്. ദ ത്രെഡ് ടു ഫുഡ് പ്രൊഡക്ഷൻ, ഫുഡ് പ്രൊഡക്ഷന് എന്താണൊരു ത്രെഡായിട്ട് വന്നിട്ടുള്ളത്. ലെസ് വാല്യുബിൾ സെഡിമെൻറ്റ് ദാൻ ബിഫോർ. അപ്പോൾ സെഡിമെൻ്റ് വാല്യൂവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈജിപ്റ്റ്സ് ഡിസപ്പിയറിങ് കോസ്റ്റ് ലൈൻ. അപ്പോൾ ഈജിപ്ത് അവിടെ കറക്റ്റായിട്ട് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ലൈൻ നശിച്ചു എന്ന് പറയുന്നുണ്ട്. സോ നമുക്ക് ഈ പാരഗ്രാഫിൻ്റെ കറക്റ്റായ ഒരു മാച്ചിങ് എന്ന് പറയുന്നത് ഈജിപ്റ്റ്സ് ഡിസപ്പിയറിങ് കോസ്റ്റ് ലൈൻ. നൗ വി വിൽ മൂവ് ടു ദ അനദർ ക്വസ്റ്റ്യൻ. പാരഗ്രാഫ് ബി. അപ് ടു നൗ people have blamed this loss of delta land on the two large dams at Aswan in the south of Egypt, which hold back virtually all of the sediment that used to flow down the river. അപ്പോൾ ഈ ഫസ്റ്റ് സെൻറ്റൻസ് അതാണ് നമ്മൾ പറഞ്ഞ ടോപ്പിക് സെൻറ്റൻസ്. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് പീപ്പിൾ, ജനങ്ങൾ ബ്ലെയിം ചെയ്യുന്ന ഈ ഡെൽറ്റയുടെ ലോസിനെ രണ്ട് ഡാം, ഈ അടുത്ത കാലത്ത് പണിത രണ്ട് ഡാമിൻ്റെ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് അത് പറഞ്ഞിരിക്കുന്നത്. എന്താ സംഭവിക്കുന്നത്? ഈ ഡാം പണിതത് മൂലം സെഡിമെൻറ്റ് അതിൽ തന്നെ ലൊക്കേറ്റ് ആവുന്നു, അതിൽ തന്നെ അത് ഈ പറയുന്ന ഡെൽറ്റയിലേക്ക് മൂവ് ചെയ്യുന്നില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് പറയുന്നത്. ബിഫോർ ദ ഡാംസ് വെയർ ബിൽറ്റ് ദ നൈൽ ഫ്ലോഡ് freely, carrying the huge quantities of sediment north from the Africa's interior to be deposited on the Nile Delta. This continued for 7,000 years, eventually covering a region over 22,000 square kilometers with layers of fertile silt. അപ്പം ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് ഹ്യൂജ് ക്വാണ്ടിറ്റീസ് ഓഫ് സെഡിമെൻറ്റ് ഫ്രം ആഫ്രിക്കാസ് ഇൻറ്റീരിയർ ടു ബി ഡിപ്പോസിറ്റഡ് ഓൺ നൈൽ ഡെൽറ്റ. അപ്പം ഡാം നിർമ്മിക്കുന്നതിന് മുമ്പ് ഈ സെഡിമെൻ്റൊക്കെ എവിടെ പോയി ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു? നൈലിൽ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. ദീസ് കണ്ടിന്യൂഡ് ഫോർ 7,000 years. ഇത് ഏകദേശം 7,000 years ഇതുപോലെ നടന്നുകൊണ്ടിരുന്നു. Eventually covering a region over 22,000 square kilometers with layers of fertile silt. അപ്പം ഏകദേശം 22,000 സ്ക്വയർ കിലോമീറ്റേഴ്സിൽ ഫെർട്ടൈലായ മണ്ണ് വന്ന് അടിയുകയും അത് പിന്നെ അഗ്രികൾച്ചർ പർപ്പസിനൊക്കെ വേണ്ടി കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുകയും ചെയ്യുമായിരുന്നു. Annual flooding brought in new nutrient-rich soil to the delta region, replacing what had been washed away by the sea and dispensing with the need for the fertilizers in the Egypt's richest food growing area. അത് കഴിഞ്ഞൊരു ബട്ട് വന്നിരിക്കുക. അപ്പം ഈ ഡാം നിർമ്മിക്കുന്നതിന് മുമ്പുള്ള കാര്യം പറഞ്ഞു, ഇനി ബട്ട് വന്നപ്പോൾ ഇതിൻ്റെ നേരെ കോൺട്രാസ്റ്റിംഗ് ആയി ഇനി വരാൻ പോകുന്നത്. അപ്പം ഡാം നിർമ്മിച്ച ശേഷം എന്താണ് ഇനി മാറ്റം വരാൻ പോകുന്നതെന്നാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. But when the Aswan dams were constructed in the 20th century to provide electricity and irrigation and to protect the huge population center for Cairo and its surrounding area from annual flooding and drought, most of the sediment with its natural fertilizer accumulated up above the dam in the southern upstream half of the Lake Nasser instead of passing down to the delta. അപ്പം ഈ ഡാം എന്തിനു വേണ്ടി നിർമ്മിച്ചെന്ന് കറക്റ്റ് പർപ്പസ് പറയുന്നുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? ടു പ്രൊവൈഡ് ഇലക്ട്രിസിറ്റി, ഇറിഗേഷൻ ആൻഡ് ടു പ്രൊട്ടക്ട് ദ ഹ്യൂജ് പോപ്പുലേഷൻ സെൻറ്റർ ഓഫ് കൈറ ആൻഡ് ഇറ്റ്സ് സറൗണ്ടിങ് ഏരിയ ഫ്രം നാച്ചുറൽ ഫ്ലഡിങ് ആൻഡ് ഡ്രോട്ട്. അപ്പം അതിനു വേണ്ടിയാണ് ഈ ഡാം നിർമ്മിച്ചത്.
അതുവഴി എന്ത് സംഭവിച്ചു? ഈ സെഡിമെൻറ്റ് ഡാമിൽ അടിഞ്ഞുകൂടുന്നു. ഇൻസ്റ്റെഡ് ഓഫ് പാസിങ് ഡൗൺ ടു ദ ഡെൽറ്റ, ഡെൽറ്റയിലേക്ക് എത്താതെ ഈ ഡാമിൽ തന്നെ അത് അടിഞ്ഞുകൂടുന്നു. അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലായി. അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലോസ് ഓഫ് ഡെൽറ്റ അല്ലെങ്കിൽ അതിനെ ബ്ലെയിം ചെയ്തിരിക്കുന്നത് ഈ ഡാമിനോടാണ്. അപ്പോൾ ഈ ഡാമിൽ എന്ത് സംഭവിക്കുന്നു? ഈ വരുന്ന സെഡിമെൻ്റ് എല്ലാം അതിൽ അടിഞ്ഞുകൂടുന്നു. അപ്പം ആ സെഡിമെൻ്റ് ആക്ച്വലി ഡെൽറ്റയിലേക്ക് പോകുന്നില്ല, അവിടെ അത് ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വരുന്നില്ല. അപ്പം അതുവഴി അഗ്രികൾച്ചർ പർപ്പസിന് അത് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് ഹെഡിങ് ഒന്ന് വായിച്ചു നോക്കാം. എഫക്ട്സ് ഓഫ് ഇറിഗേഷൻ ഓൺ സെഡിമെൻറ്റേഷൻ. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇത് ടോപ്പിക്ക് തന്നെ ഡെൽറ്റയുടെ ലോസിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇറിഗേഷൻ്റെ ഒരു എഫക്റ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഈ ഡാം ഉണ്ടാക്കിയത് ഇറിഗേഷന് വേണ്ടി അത് മാത്രം പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അപ്പോൾ ആ ഹെഡിങ് നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ദ ത്രെഡ് ടു ഫുഡ് പ്രൊഡക്ഷൻ്റെ ഒരു ത്രെഡ് അങ്ങനെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. ലെസ് വാല്യുബിൾ സെഡിമെൻറ്റ് ദാൻ ബിഫോർ. അപ്പം നമ്മൾ സെഡിമെൻ്റെ ഒരു വാല്യൂ അതൊന്നും ഇപ്പോഴത്തെയും മുമ്പത്തെ ആയിട്ടുള്ള കമ്പാരിസൺ ഒന്നും നടത്തിയിട്ടില്ല. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് മാച്ചിങ് ആയിട്ട് വന്നിരിക്കുന്നത് ഇൻട്രപ്റ്റിംഗ് എ നാച്ചുറൽ പ്രോസസ്സ്. അതായത് ഒരു നാച്ചുറൽ പ്രോസസ്സിനെ എങ്ങനെ ഇൻട്രാപ്റ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നാച്ചുറൽ പ്രോസസ്സിനെ എങ്ങനെ തടസ്സം നിന്നു, എങ്ങനെ അതിനെ ഇൻട്രപ്റ്റ് ചെയ്തു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെയുള്ള മോർ ഇൻഫോർമേറ്റീവ് വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.